أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തെദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 25ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അൽഹംദുലില്ലാഹ് 25 ക്ലാസ്സുകളായി. റമദാനിൽ എല്ലാ ദിവസവും ക്ലാസ് നടക്കുന്നു. റമദാൻ യാത്ര പറയുകയാണ്. ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. റമദാൻ കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് ആഴ്ചയിൽ ഒരു ക്ലാസ് മാത്രമാണ് ഉണ്ടാവുക, വെള്ളിയാഴ്ച മാത്രം. അപ്പോൾ റമദാനിൽ കുറേ ക്ലാസ്സുകൾ ചില ആളുകൾക്കൊക്കെ പെൻഡിങ് ആയിട്ടുണ്ടാവും, കേൾക്കാൻ ബാക്കിയുള്ളത്. വിഷമിക്കേണ്ട, സൗകര്യം പോലെ സമാധാനം പോലെ കേട്ടാൽ മതി, കേൾക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യത്തിനും സമയത്തിനും അനുസരിച്ചൊക്കെ അതിൻ്റെ ക്രമപ്രകാരം നിങ്ങളിങ്ങനെ കേട്ട് വരികയും എല്ലാവരും തുടക്കത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും വിശുദ്ധ ഖുർആൻ ഇതിൻ്റെ ഖത്മ് തീരണം അതുവരെ പൂർണ്ണമായി കേൾക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. റമദാൻ നമ്മോട് വിട പറയുകയാണ്. നോമ്പ് അവസാനത്തെ 10 അതിൻ്റെ നടുവിലായി. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാവുകൾ ചിലത് കഴിഞ്ഞുപോയി. ഇനി ബാക്കിയുള്ള 2-3 ചാൻസുകൾ മാത്രമാണ് ഉള്ളത്. ലൈലത്തുൽ ഖദർ കൊണ്ട് നമ്മൾ വിജയിച്ചിട്ടുണ്ടോ? ലൈലത്തുൽ ഖദറിൽ ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ രാവുകളിൽ? ഇനി വരാനിരിക്കുന്ന രാവുകളിൽ നമ്മൾ എന്തെങ്കിലും കൂടുതലായി ചെയ്യുമോ? ഇതൊക്കെ ആലോചിക്കേണ്ട സമയം ഇപ്പോഴാണ്. 2 ദിവസം കഴിഞ്ഞ് ചിന്തിച്ചിട്ട് യാതൊരു നിർവാഹവും ഇല്ല. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ റമദാൻ നമ്മോട് യാത്ര പറയുമ്പോഴേക്ക് നമ്മുടെ ദോഷങ്ങളൊക്കെ കഴുകിക്കളയണം. അതിനാവശ്യമായ ഇടപെടലുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നിർവഹിച്ചൊരു പ്രാർത്ഥന ഉണ്ടല്ലോ. റമദാൻ ഒരാൾക്ക് വന്നു, അങ്ങനെ റമദാൻ യാത്ര പറഞ്ഞു. പക്ഷേ അയാളുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ അയാൾക്ക് സമയം കിട്ടിയില്ല. അയാളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തത്. ആമീൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് അതിനേക്കാൾ ഉത്തരം ലഭിക്കുന്ന ഒരു പ്രാർത്ഥന വേറെ ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞു പോകുമ്പോഴേക്ക് ഒരിറ്റ് കണ്ണീരൊലിപ്പിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് മനസ്സറിഞ്ഞു പറയാൻ നമുക്ക് സമയം കിട്ടിയേ പറ്റൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ മനസ്സറിഞ്ഞ് റബ്ബിലേക്ക് തൗബ ചെയ്ത് അടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്ന് ഖിറാഅത്തിലേക്ക് വരികയാണ്. സൂറത്തു ആലു ഇമ്രാൻ
59 ആയത്ത് മുതലാണ് ഇന്ന് ഓതേണ്ടത്. 59 ആയത്ത് മുതൽ തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം خلقه من تراب ثم قال له كن فيكون الحق من ربك فلا تكن من الممترين فمن حاجك فيه من بعد ما جاءك من العلم فقل تعالوا ندع أبناءنا وأبناءكم ونساءنا وأنفسنا وأنفسكم ثم نبتهل فنجعل لعنة الله على الكاذبين. ഓക്കെ. ഇന്ന മസല ഈസ, ശദ്ദുള്ള നൂനോടുകൊണ്ട് തുടങ്ങുന്നത്. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം خلقه من تراب ثم قال له كن فيكون. خلقه من تراب. خلقه കുറച്ച് നീളണം എന്ന് നമുക്കറിയാം അല്ലേ? കാരണം ഒരു ചെറിയ വാവ് അതിനടുത്തുണ്ട്. സുമ്മ ഖാല ലഹു, അവിടെയും നീളണം എന്നറിയാം. കാരണം ഇത് തന്നെ. الحق من ربك فلا تكن من الممترين. اوكي. الحق من ربك فلا تكن من الممترين. فمن حاجك فيه من بعد ما جاءك من العلم ഫമൻ ഹാജക്ക, അവിടെ മദ്ദുൽ ലാസിമുണ്ടെന്ന് നമ്മൾ പഠിച്ചല്ലോ അല്ലേ? മദ്ദിൻ ഹർഫിനു പിറകെ ശദ്ദു വരുന്നു എന്നാൽ ഓർത്തിരണം. മദ്ദുൽ ലാസിമതാണത്. കൃത്യം 3 അലിഫ് അവിടം നീളണം. മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി ഫഖുൽ തആലൗ നദ്ഉ അബ്നാഅനാ വഅബ്നാഅകും. ധാരാളം മദ്ദുകളുണ്ട് ആയത്തിൽ. ഹാജക്ക എന്ന് പറഞ്ഞെടുത്തൊന്നുണ്ട്, ജാഅക എന്നുള്ളിടത്ത് വേറൊന്നുണ്ട്, അബ്നാഅനയിലുണ്ട്, അബ്നാഅകും ഉണ്ട്, നിസാഅനയിലുണ്ട്, നിസാഅകും ഉണ്ട്. 1 2 3 4 5 5 മദ്ദ് ഫറഈയുണ്ട്. ഇൻഷാ അല്ലാഹ് മദ്ദിൻ്റെ പേരൊന്നും കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് വളരെ സിമ്പിളാണ് മദ്ദുകളൊക്കെ. നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. ثم نبتهل فنجعل لعنة الله على الكاذبين. فنجعل لعنة എഴുതി നോക്കിയേ. فنجعل لعنة കണ്ടില്ലേ? فنجعل لعنة الله على الكاذبين. اللهم إنا نعوذ بك, പഠിച്ചവനെ ഞങ്ങളെ കാക്കണേ, നിൻ്റെ ലഅനത്ത്, നിൻ്റെ ശാപം അല്ലാഹുവേ ഞങ്ങൾക്കോ ഞങ്ങളെ ബന്ധപ്പെട്ട ആർക്കോ നീ നൽകല്ലേ അല്ലാഹ്. ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ് വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് വഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം. فإن تولوا فإن الله عليم بالمفسدين.
قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. ഓക്കെ, إن هذا لهو القصص الحق. ലഹുവൽ ഖസസു എന്ന സ്വാദുകളൊക്കെ ശ്രദ്ധിക്കണേ. ഖസസു വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്. വമാ മിൻ ഇലാഹിൻ വമാ മിൻ ഇലാഹ് മിന്നിലാഹ് എന്നൊന്നും പറയാൻ പറ്റില്ല. മിന്നിലാഹ് ഇല്ല, മിൻ ഇലാഹ് ട്ടാ. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ് വ ഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം. فإن تولوا فإن الله عليم بالمفسدين. അടുത്തത് നോക്കിയേ. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم. قل يا നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. قل يا അങ്ങനെ വരുന്നിടത്തൊക്കെ കുല്യ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. കുല്യ അഹ്ലൽ കിതാബി അത് പറ്റൂല. ഖുൽ യാ തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ. ആ ഇഖ്ഫാ നഷ്ടപ്പെടരുത് കേട്ടോ. ഏത് ഇഖ്ഫാ? കലിമത്തിൻ സവാഇൻ എന്നുള്ളിടത്തുള്ള അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ വലാ നുശ്രിക ബിഹി ശൈആ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. ബാക്കി നിങ്ങളൊന്ന് ഓതി നോക്കിയേ. മിൻ ദൂനില്ലാഹ് കഴിഞ്ഞ് ഫഇൻ തവല്ലൗ ഒന്ന് ഓതി നോക്കിയേ എല്ലാവരും. ഇല്ല, കുറച്ചാളുകൾക്ക് ഇങ്ങോട്ട് നോക്കിയേ, കുറച്ചാളുകൾക്ക് തെറ്റിയിട്ടുണ്ട്. സ്ക്രീനിലേക്ക് നോക്കിയേ എല്ലാവരും, ശരിക്കും നോക്കിയേ. അവിടെ ശരിക്കും നോക്കിക്കോട്ടോ. ഓതേണ്ടത് ഇങ്ങനെയാണ്. ഫഖൂലു നീട്ടാൻ വാവുണ്ട്, ശേഷം ഒരു അലിഫുണ്ട്, അതിന് ശേഷം ഒരു അലിഫുണ്ട് അല്ലേ. ആ വാവോ രണ്ട് അലിഫോ ഒന്നും അവിടെ ചേർത്തി ഓതുമ്പോൾ വായിക്കൂല. ലു കഴിഞ്ഞ് നേരെ ഷീനിലേക്കാണ് ചാടുക. ഫഖൂലുഷ്ഹദൂ അറബി ഭാഷാ നിയമമാണ്. ഫഖൂലുഷ്ഹദൂ എന്നൊന്നും വായിക്കാൻ പാടില്ല എന്നുള്ളത്. ചില ആളുകളൊക്കെ ഓതുമ്പോൾ അങ്ങനെ വരികയെ ഫഖൂലുഷ് ഇല്ല. ഫഖൂലുഷ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ. ഇനി നോക്കിയേ. യാ അഹ്ലൽ കിതാബി ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹീമ വമാ ഉൻസിലത്തിത് തൗറാത്തു വൽ ഇൻജീൽ وما أنزلت التوراة والإنجيل إلا من بعده أفلا تعقلون ها أنتم هؤلاء حاججتم فيما لكم به علم فلم تحاجون فيما ليس لكم به علم والله يعلم وأنتم لا تعلمون.
ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين ودت طائفة من أهل الكتاب لو يضلونكم وما يضلون إلا أنفسهم وما يشعرون يا أهل الكتاب لم تكفرون بآيات الله وأنتم تشهدون നോക്കണേ يا أهل الكتاب لم تحاجون വീണ്ടും വന്നു ഫീ ഇബ്രാഹീമ ഓക്കെ മദ്ദുകൾ വമാ ഉൻസിലത്തി തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി അഫലാ തഅഖിലൂൻ നോക്കി അടുത്തത് ها أنتم هؤلاء حاججتم فيما لكم به علم ഓക്കെ ها أنتم പിന്നെ هؤلاء حاججتم എങ്ങനെയാണ് حاججتم ട്ടാ فيما لكم به علم فلم تحاجون فيما ليس لكم به علم فلم تحاجون വീണ്ടും والله يعلم وأنتم لا تعلمون അടുത്ത ആയത് നിങ്ങളൊന്ന് നോക്കിക്കുക എല്ലാവരും മാ കാന എല്ലാവരും കുറച്ച് ശബ്ദത്തിൽ ഉഷാറായിട്ടുണ്ട് പക്ഷെ ചില ആളുകൾക്ക് 1-2 നിയമങ്ങൾ പോയിട്ടുണ്ട്. എന്താ അറിയോ? കേട്ടോട്ടോ. മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ഏതൊക്കെ നിയമം പോയതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ഇഖ്ഫാ പോയ ആളുകളുണ്ട്, യഹൂദിയൻ വലാ ഇദ്ഗാം ബിഗുന്നഹ് പോയ ആളുകളുണ്ട്. ഇല്ലേ? സത്യമല്ലേ? ഉണ്ട്. കുറച്ച് ആളുകൾക്ക് അത് പോയിട്ടുണ്ട്. അത് പോകുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ അതേതൊക്കെയാണ് എന്ന് കണ്ടെത്തുകയും തിരുത്തി ഓതുകയും ചെയ്യുക. അതിനാണ് തദ്രീബ്. എന്തിന്? വിശുദ്ധ ഖുർആൻ നമ്മൾ ഒരുപാട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ ഒരുപാട് ഖത്മുകൾ നമ്മൾ ഓതിയിട്ടുണ്ട്. ഒരുപാട് അൽ ബഖറ ഓതിയിട്ടുണ്ട്, യാസീൻ ഒരുപാട് ഓതിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഇപ്പോഴാണ് നമ്മൾ ഓതിയതിലൊക്കെ ചില മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, തെറ്റുണ്ടായിരുന്നു എന്നുള്ളത് പലർക്കും ഇപ്പോഴാണ് കാണുന്നത്. എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് മനസ്സറിഞ്ഞു പറയാം. ഇവിടം മുതൽ ശ്രദ്ധിച്ച് ഓതുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തെറ്റുവരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഞാനിവിടെ എങ്ങനെയാണ് ഓതിയിരുന്നത്, ഒന്ന് മനസ്സിലിങ്ങനെ ഓതി നോക്കുക. ഓക്കെ ആണോ? ഓക്കെ. തെറ്റായിരുന്നോ? ഇപ്പോൾ തിരുത്തി ഇൻഷാ അള്ളാഹ് നമ്മൾ മുന്നോട്ട് പോവാം. അതല്ലേ റമദാൻ മാസം തന്നെ നമ്മളിത് തുടങ്ങിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മനസ്സറിഞ്ഞ് പറഞ്ഞാൽ മതി, പടച്ചവനെ എൻ്റെ ഖിറാഅത്തിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് പുറത്തു തരണേന്ന്. റബ്ബ് പുറത്തു വരും, ഷുവറാണ്. നമ്മളെന്തിനാ സംശയിക്കുന്നത് നമ്മുടെ റബ്ബിനെ കുറിച്ച്? നമ്മളെ റബ്ബിനെ കുറിച്ച് നമ്മൾ നല്ല ധാരണ. അന ഇൻദ ളന്നി അബ്ദി ബി ഇൻ ഖൈറൻ ഫഖൈറൻ.
ഇൻ ഷർറൻ ഫഷർറൻ. റബ്ബിനെ കുറിച്ച് നമ്മൾ നല്ലത് വിചാരിച്ചാൽ റബ്ബ് നമ്മളെക്കുറിച്ചും അങ്ങനെയേ വിചാരിക്കുക. റബ്ബിനെ കുറിച്ച് നമ്മൾ മോശം വിചാരം മനസ്സിൽ വെച്ചാലോ എനിക്ക് പുറത്തു വരുന്നില്ല എൻ്റെ റബ്ബ് എന്ന ധാരണയിലാണോ നമ്മളുള്ളത്, എന്നാൽ റബ്ബ് നമ്മളോടും അങ്ങനെ ഉണ്ടാവുക. മനസ്സറിഞ്ഞു പറയണം, അത് നിബന്ധനയാണ്. ഓക്കെ, ഇന്ന ഔലന്നാസി ബിഇബ്രാഹീമ ലല്ലദീന ഇത്തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ. ഇന്ന ഔലന്നാസി ബിഇബ്രാഹീമ ലല്ലദീന ഇത്തബഊഹു കഴിഞ്ഞ് വഹാദൻ നബിയ്യു. ആ നബിയു എന്നുള്ളിടത്തുള്ള ശബ്ദുള്ള നൂൻ കുറേ ആളുകൾക്ക് ഒഴിവായി പോകും. വഹാദൻ നബിയു പോരാ, വഹാദൻ നബിയു വല്ലദീന ആമനൂ വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. അടുത്തായത് എങ്ങനെയാണ് തുടങ്ങുക? എങ്ങനെ തുടങ്ങണം? ഇല്ലല്ല, ആരോ വദ്ദത്ത് തോ പറഞ്ഞല്ലോ, വദ്ദത്ത് തോ, വദ്ദ തോ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ, 1 2 3 ആളുകൾ അല്ലേ? സ്ക്രീനിലേക്ക് നോക്കിയേ. വദ്ദ കഴിഞ്ഞ് ഒരു താണ്ട് ഫത്ഹും കസ്റും ലൊമ്മൊന്നും ഇല്ലാത്ത, ശരിക്കും അതിൻ്റെ ഹർക്കത്ത് സുക്കൂനാണ്. സുക്കൂൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ എഴുതും ചിലപ്പോൾ എഴുതൂല, അതിനൊക്കെ ഇടങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സുക്കൂൻ എഴുതിയിട്ടില്ല. പിന്നെ തൊട്ടടുത്തുള്ളത് തോ ആണ്, അതിന് ശബ്ദമുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതിയോ? നോക്കി 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 നോക്കി, വദ്ദ കഴിഞ്ഞ ഉടനെ ശബ്ദുള്ള തോ പറയാം. വദ്ദ തോഇഫ, വദ്ദ തോഇഫ. എങ്ങനെ? വദ്ദ തോഇഫ, തോ. വദ്ദ താ നോ, വദ്ദത്ത് താ നോ, വദ്ദ തോഇഫ കേട്ടോ. മിൻ അഹ്ലിൽ കിതാബി, മിൻ അഹ്ലി അല്ല, മിൻ അഹ്ലിൽ കിതാബി ലൗ യുദില്ലൂനകും വമാ യുദില്ലൂന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന ബിആയാതില്ലാഹി വഅൻതും തശ്ഹദൂൻ. ഓക്കെ, യാ അഹ്ലൽ കിതാബി ലിമ തക്ഫുറൂന ബിആയാതില്ലാഹി വഅൻതും തശ്ഹദൂൻ. കുറച്ചുകൂടെ ഓതാം. യാ അഹ്ലൽ കിതാബി ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാതിലി വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم. يختص برحمته من يشاء اللهم اجعلنا منهم والله ذو الفضل العظيم. صدق الله العظيم. اوكي. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. وقالت طائفة من أهل الكتاب آمنوا بالذي
ഉൻസില അലല്ലദീന ആമനു വജ്ഹന്നഹാരി കഴിഞ്ഞു നോക്കി വക്ഫുറൂ ആഖിറഹ് ലഅല്ലഹും യർജിഊൻ വലാ തുഅ്മിനൂ ഇല്ലാ ലിമൻ തബിഅ ദീനകും. ഇനി നിങ്ങൾ ഓതണം ഖുൽ ബാക്കി ഖുൽ യെസ് ഓക്കെ നോക്കിയേ ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹി അൻ യുഅ്താ അഹദും മിസ്ല മാ ഊതീതും. ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹി ട്ടോ ശ്രദ്ധിക്കണേ. ഔ യുഹാജ്ജൂകും ഇൻദ റബ്ബികും ഖുൽ ഇന്നൽ ഫദ്ല ബിയദില്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. വാസിഉൻ അലീം രണ്ട് ഐനുകൾ അടുത്തടുത്തു വന്നത് അതിലൽപ്പമല്ല നല്ല ശ്രദ്ധയാണ് വേണ്ടത് ട്ടാ. വാസിഉൻ അലീം യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ജല്ല ജലാലുഹു അവൻ്റെ കാരുണ്യം നൽകും, അനുഗ്രഹിക്കും. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുവേ ആ വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഇനി നോക്കിയേ വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. നോക്കിയേ വല്ലാഹു ലാമിനെ തഫ്ഖീമായിട്ട് ലാമിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ലാമിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ എത്ര ആളുകൾക്കുണ്ട് കറക്റ്റ് അല്ലാഹ് പറയാൻ കഴിയുന്ന ആളുകൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. യാ റബ്ബ് വലിയ സങ്കടമാണ്, വലിയ സങ്കടം തോന്നും. പടച്ചവനെ അല്ലാഹ് നോക്കി അല്ലാഹ് എന്ന് നമ്മളെ പഠിച്ച ആളാരാ? അല്ലാഹ്. നമുക്ക് റിസ്ഖ് ഭക്ഷണം തരുന്നതാരാ? അല്ലാഹ്. ആ അള്ളാഹുവിൻ്റെ പേര് കറക്റ്റായിട്ട് പറയാൻ കഴിയണില്ല പലർക്കും. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് എന്നാ വായിക്കുക അല്ലേ? ഉറപ്പല്ലേ? അല്ലാഹ്. അതിൽ 2 ലാമുകളാണുള്ളത്, പിന്നെ ഒരു ഹാവും. ലാമുകൾ അല്ലാതെ ലാ ഉണ്ടോ? ലാദുണ്ടോ? ഇല്ല. അപ്പോൾ ലാ പറഞ്ഞപ്പോഴേ നാവ് തട്ടിയെടുത്ത് മാത്രമേ അല്ലാഹ് പറഞ്ഞപ്പോഴും തട്ടാവൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ചില ആളുകളൊക്കെ നോക്കി അല്ലാ പറയും, നാവ് പല്ലിൽ തട്ടിയിട്ട് അല്ല യാ റബ്ബ് യാ റബ്ബ്. അതിൻ്റെ അർത്ഥം എന്താ അറിയുങ്ങൾ? ഇല്ല, ഇവിടെ പറയാൻ പറ്റില്ല, അത്രയും മോശമാണ്. നാവ് പല്ലിൽ തട്ടിയിട്ടുള്ളൊരു അല്ലല്ലേ അല്ല അല്ല അല്ല, അതിൻ്റെ അർത്ഥം ഈ സദസ്സ് പറയാൻ പറ്റൂല, അത്രയും മോശമാണ്. അപ്പോൾ ഒരാൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ലാ ഇലാഹ കഴിഞ്ഞിട്ടേ ഇല്ലല്ലാ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് നാവിൻ തലമുൻ പല്ലിൽ തട്ടി പറയല്ലേ അല്ലാ അല്ലാ. നാഥൻ ജല്ല ജലാലാണ്, അവനുടെ നാമം ആണല്ലാഹ് അല്ലാഹ്. ലാമു പറഞ്ഞൊന്നോർത്തിട് നാവിൻ തല പല്ലിൽ തട്ടുന്നില്ല. ലാഘവമല്ലിത് ലാമിൻ മഖ്റജിലായി വരും അല്ലാഹ് അല്ലാഹ്. അങ്ങനെ തന്നെ അല്ലാഹ് പറയണം, അല്ലാഹ് പറയണം. പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടോ. അവസാനത്തെ അക്ഷരം ഏതാണ്? ഹ ആണ്. ആ ഹ ഇല്ല കുറേ ആളുകൾക്ക്, കുറേ പേർക്ക് ആ ഹ ഉച്ചാരണത്തിലേ വരില്ല. എന്നിട്ട് അവർ പറയും അല്ല അല്ല, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അസ്തഗ്ഫിറുല്ലാ. നോ, അത് അൽ ഇലാഹ് എന്ന അർത്ഥം കിട്ടണമെങ്കിലേ, നമ്മെ പടച്ച പരിപാലിക്കുന്ന ഖാലിഖായ റാസിഖായ റബ്ബ് എന്ന അർത്ഥം കിട്ടണമെങ്കിൽ ആ ഹ അടക്കം ഉണ്ടാകുമ്പോഴേ പറ്റുള്ളൂ.
സുബ്ഹാനല്ലാഹ്, എന്താണ് അവസ്ഥ? നിങ്ങൾ ശരിക്കൊന്ന് ആലോചിക്കും, മനസ്സിരുത്തിയൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാഹ് എന്ന് കറക്റ്റ് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനു പറ്റും അയാളെ? പറയാനൊക്കെ കഴിയും, ഇനിയാ തമാശ, പറയാനൊക്കെ കഴിയും, പക്ഷെ പറയില്ല. അങ്ങനെയുണ്ട് കുറച്ചാളുകൾ. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് ചൊല്ലണം 33, അൽഹംദുലില്ലാഹ് ചൊല്ലണം 33, അല്ലാഹു അക്ബർ ചൊല്ലണം 33. രാത്രി കിടക്കുന്ന സമയത്തൊക്കെ അത് ചൊല്ലണം. അതൊക്കെ കറക്റ്റ് 33. ഓരോ സ്ഥലത്തും നിർദ്ദേശിക്കപ്പെട്ട എണ്ണവും അതിൻ്റെ വണ്ണവും ഒക്കെ കൃത്യമായിരിക്കണം. നിസ്കാരത്തിന് ശേഷം ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് എവിടെ കിട്ടാനാ 33 സുബ്ഹാനല്ലാഹ്? എങ്ങനെ കണക്കൂട്ടിയാലും 33 കിട്ടുന്നില്ല. പലർക്കും, എല്ലാവർക്കും അല്ല കേട്ടോ, പലർക്കും. തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. നോക്കി, സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. കേട്ടില്ലേ? ഇതെന്ത് ദിക്റാ? യാ റബ്ബ്, അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. പിന്നെ കേൾക്കുക, എന്തുമില്ല. മലപ്പുറം ഭാഗത്തൊക്കെ പറയും ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ എന്തുമില്ല എന്ന് പറയലുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലേ, എന്തുമില്ല. അല്ലാഹു അക്ബർ, 1-2 കുഴപ്പമുണ്ടാവില്ല. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അള്ളാഹുവിനെ കുറച്ച് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, കുറുള്ള. സുബ്ഹാനല്ലാഹ്. ശരിക്കും ശ്രദ്ധിക്കണം. ദിക്റുകളൊക്കെ ചൊല്ലുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടത് അങ്ങനെ തന്നെ ആവണം. നമ്മളെവിടുന്നാ വന്നേ? അല്ലാഹ് എന്ന് പറഞ്ഞെടുത്താ പോകുന്നതില്ലേ? നോക്കിയേ, വല്ലാഹു ദുൽ ഫദ്ലി. അപ്പം ലാമിൻ്റെ മഖ്റജിൽ നിന്ന് വരുന്ന അല്ലാഹു ദുൽ ഫദ്ലി. ളാദിൻ്റെ മഖ്റജ് ഏതാണ്? വിശാലമായി നമ്മൾ സ്ക്രീനിൽ കാണിച്ച് പഠിക്കും ഇൻഷാ അല്ലാഹ്. നോമ്പ് കഴിയട്ടെ. മേലെ അണപ്പല്ലോട് നാവിൻ സൈഡ് തട്ടിച്ചു വേണേ ഉച്ചരിക്കാൻ ളാദ് അല്ലേ? ദുൽ ഫദ്ലി. അടുത്ത് നോക്കിയേ, അൽ അളീം. നാവിൻ്റെ തല പല്ലിനെ തൈ തട്ടിയിട്ട് 3 അല്ലാഹു വേറെയാണ്, ദുൽ ഫദ്ലി വേറെയാണ്, അൽ അളീം വേറെയാണ്. ഇത് 3 കേൾക്കണം. ഇത് 3 പോയിട്ട് എന്താ പറയുക, എന്തൊക്കെയാവുന്നു അല്ലേ? 3 ശബ്ദം. നോക്കി, വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. ഇത് കേട്ടോക്കിയേ, ലാമിനെ തഫ്ഖീമാക്കിക്കൊണ്ട് അല്ലാഹു എന്നു പറഞ്ഞാട്ടെ, ളാദും ളാഉം അല്ല അല്ലാഹ് എന്നതിലുള്ളതറിഞ്ഞാട്ടെ, വല്ലാഹു ദുൽ ഫദ്ലി എന്നതിനുടനെ അളീമു പറഞ്ഞാട്ടെ. വന്നോ ഇവ 3 എന്നൊത്തിരി നന്നായി ഓർത്താട്ടെ. ഇത് 3 വന്നിട്ടുണ്ടോയെന്ന് ഓർത്തു നോക്കി. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. സദഖല്ലാഹുൽ അളീം. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. ഖാലിഖായ നിൻ്റെ നാമം ഉച്ചരിക്കുന്നിടത്ത് പോലും ഒരുപാട് തെറ്റുകൾ പറഞ്ഞവരാണ് അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്. ഇതൊന്നും മനഃപൂർവ്വം നിന്നെ ധിക്കരിച്ച് പറഞ്ഞതോ ചെയ്തതോ അല്ല, ഞങ്ങൾക്കറിവില്ലാത്തത് കൊണ്ട്, ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ട് വന്നതാണ് അല്ലാഹ്. ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്. റമളാനിൻ്റെ ഹക്ക് കൊണ്ട്, ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തു മുഅ്മിനീങ്ങൾ, ഒരുപാട് ആലിമീങ്ങൾ, സയ്യിദുമാർ, സയ്യിദത്തുമാർ, മുത്തഅല്ലിമീങ്ങൾ, ചെറിയ മക്കൾ, പ്രായമുള്ള ഉമ്മമാർ, ഉപ്പമാർ, ഒരുപാട് ആളുകൾ നിൻ്റെ കലാമാകുന്ന ഖുർആനിനെ മോഹിച്ച് ഇരിക്കുന്നവരാണ് അല്ലാഹുവേ. എല്ലാവരുടെയും ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ കൽബൊക്കെ നന്നാക്കി തരണേ അല്ലാഹ്. റമദാൻ ഷരീഫ് കൊണ്ട്, ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, ആവശ്യങ്ങൾ പറഞ്ഞ്, അവലാദികൾ പറഞ്ഞ് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ
അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും നീ തീർത്തു തരണേ അള്ളാഹ്. എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം കാണിച്ചു തരണേ അള്ളാഹ്. പഠിച്ചവനെ, രോഗികൾ ഒരുപാടുണ്ട്, എല്ലാവർക്കും നീ ശിഫ നൽകണേ അള്ളാഹ്, ശിഫ നൽകണേ അള്ളാഹ്, ശിഫ നൽകണേ അള്ളാഹ്. പഠിച്ചവനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലുടനീളം നീ ഖൈറും ബറക്കത്തും റാഹത്തും റഹ്മത്തും നിറക്കണേ അള്ളാഹ്. അള്ളാഹ് ഞങ്ങൾ ഉസ്താദുമാർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അള്ളാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബർ സ്വർഗ്ഗമാക്കണേ അള്ളാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ്